എല്ലാവരുടെയും പ്രിയപ്പെട്ട GMA കമ്മിറ്റിക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ നോർമലി ഒരു ചെറിയ ഒഫീഷ്യൽ ചടങ്ങുകൾക്ക് ശേഷമാണ് എല്ലാ തവണയും പരിപാടികൾ തുടങ്ങുന്നത്. അതിനൊരു മാറ്റമില്ല, അങ്ങനെ തന്നെ ഇപ്പോഴും. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ ചടങ്ങുകളിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഒഫീഷ്യൽ ചടങ്ങ് പറയുമ്പോൾ എന്താണ്. നമ്മള് വിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ വെൽക്കം സ്പീച്ച് നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. സീത പ്ലീസ് കം ടു ദി സ്റ്റേജ്. നമുക്ക് എല്ലാവരെയും നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് സ്വാഗത പ്രസംഗത്തിനായി സീതയെ വെൽക്കം സ്പീച്ചിന്റെ മലയാളം ആലോചിക്കാൻ സോറി. സീത സ്റ്റേജിൽ വന്നപ്പോൾ സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് എല്ലാവർക്കും ഇന്നിവിടെ എത്തിച്ചേർന്നതിനെ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവർക്കും വേണ്ടി കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നിന്ന് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കണം. പിന്നെ സദ്യ ഉണ്ട്, അതെല്ലാം എല്ലാവരും കഴിച്ചിട്ട് പോവുക. സദ്യ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാംസ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാം കഴിയുന്നവരെ എല്ലാവരും കൂടെ നിൽക്കുക, എൻജോയ്. എൻ്റെ പേരിലും GMAയുടെ പേരിലും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു സീത. സീത എപ്പോഴത്തെ പോലെ സ്വീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തു. സീത വന്നു പോയത് അറിഞ്ഞില്ല. സീത കുറച്ച് നേരം കൂടെ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ. സീത ദേ വന്നു ദാ പോയി എന്നുള്ള ഇതിലാണ് പോയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആയിട്ട് സീത വരുമായിരിക്കും അല്ലേ? സീത വിട്ട് നമുക്ക് കളിയില്ല. GMAയുടെ UDC ആണ് സ്വന്തം. അപ്പൊ നമുക്കിനി ഒഫീഷ്യൽ ചടങ്ങുകളിലേക്ക് GMA ഭാരവാഹികളെ സ്വാഗതം ചെയ്യാം. ചെറിയൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തോണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ നമ്മളിത്ര ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട് പരിപാടിക്ക്. നമ്മൾ ആദ്യം മാവേലിയെ വിളിച്ചിട്ട് ഇവിടെ നമ്മുടെ കുറച്ച് മുതിർന്ന ബഹുമാനിക്കപ്പെടേണ്ട കുറച്ച് ആൾക്കാരെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ച് അവരാണ് നമുക്കിന്ന് ലാമ്പ് ലൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ പേരൻസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവരാണ് നമുക്കിന്ന് നമ്മുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നിന്ന് ഇവിടെ ലാമ്പ് ലൈറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് പരിപാടികൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മാവേലിയെ വിളിക്കാം. മാവേലി ചുമ്മാ വിളിച്ച് വരുന്നില്ല. ഇത്തവണ നിങ്ങൾ ആർക്കും ഇവിടെ വിളിച്ചാലേ മാവേലി വരത്തുള്ളൂ. അപ്പൊ വിളിക്കല്ലേ? റെഡിയല്ലേ? റെഡിയാണോ? ഇച്ചിരി കൂടെ ഉച്ചത്തിൽ ഗ്യാസ് പറയണം. ഞാൻ ആർക്കും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയണം. ഓക്കെ ആണോ?
പാതാളത്തിൽ നിന്ന് തിരുവോണം വരെ ഇവിടെ കാണോ? ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും വീട്ടിലോട്ട് വിളിക്കണേ പുള്ളി റെഡിയാട്ടോ. തിരുവോണത്തിന് മുന്നേ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. തിരുവോണം വരെ നമ്മുടെ ഗിൽഫേഡിൽ ഉണ്ടാവും മാവേലി തമ്പുരാൻ. കഴിഞ്ഞ വർഷം വന്നിട്ട് ഒരു വർഷം പാതാളത്തിൽ നിന്ന് വന്ന മാവേലിയാണ്. ഒരു നല്ല കൈയ്യടി കൊടുക്കുക മാവേലിക്ക്. മാവേലി തമ്പുരാന് പ്രജകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഓണത്തിൻ്റെ ഹാപ്പി ഓണം, ഓണാശംസകൾ നേരുകയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. സമ്പൽ സമൃദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ആഘോഷമാണ് ഓണത്തിലൂടെ നാം ആഘോഷിക്കപ്പെടുന്നത്. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു. നല്ലൊരു ആശംസകൾ പറഞ്ഞത് നമ്മളാണ് ആക്ച്വലി ഇതൊക്കെ പറയേണ്ടിയിരുന്നത്. ഞങ്ങളുടെ ജോലി മാവേലി ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ മാവേലിക്ക് നന്ദി പറയുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ സാധാരണ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ആവേശമല്ലേ, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ തന്നെ അടിപൊളി വൈബല്ലേ. അപ്പൊ അത് കാരണം ഞങ്ങൾ അതിലോട്ട് നേരെ കയറി പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും ഒരു നല്ല ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമുക്ക് മാവേലിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഇനി നമുക്ക് ലാമ്പ് ലൈറ്റിംഗ് ചടങ്ങിലേക്ക് നമ്മുടെ അമ്മച്ചിമാരെ ക്ഷണിക്കാം. അപ്പോ ഐശ്വര്യമായിട്ട് ദീപം കത്തിച്ച് പരിപാടി തുടങ്ങാനായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ശാന്തമ്മ തോമസ്, ലീലാമ്മ തോമസ്, സൈബി ബെന്നി, ഗ്രേസി ജോസഫ്, PP സണ്ണി, ജയശ്രീ ആൻഡ് രാധാകൃഷ്ണൻ. GMA കമ്മിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരുന്നു. ലാമ്പ് കത്തിച്ച് അവരുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് വിളക്ക് ഐശ്വര്യമായിട്ട് കത്തിക്കാം.
അവരുടെ വീട്ടിലല്ല എല്ലാവരും ഇപ്പൊ എല്ലാവരും കൂടി അതാണ് കറക്റ്റ് മറുപടി. ഇവിടുത്തെ കണ്ടു നോക്കിയിട്ട് പറയാം. നാട്ടിൽ നിന്ന് വിട്ടിട്ടുള്ളതാണ്, ആദ്യമായിട്ടാണ്. ഇതുവരെ നല്ല ഹാപ്പിയാണ്. താങ്ക് യു. എല്ലാരും ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പൊ നമുക്ക് പൊളിക്കാം ഇത്തവണത്തെ ഓണം. കണ്ടു നോക്കിയിട്ട് ലാസ്റ്റ് പറയണം എങ്ങനെയുള്ളത്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. അപ്പൊ നമ്മള് സ്ത്രീകളെ ബഹുമാനിച്ചു. സോറി, ഞങ്ങള് പുരുഷന്മാരെ വിട്ടു കളഞ്ഞിട്ടില്ല. ഞാൻ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സോറി, ഞാൻ രണ്ടാൾക്കാരെ മുന്നിൽ കണ്ടില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമായോ? എന്താണ് ഞങ്ങളുടെ ഈ ഒരു ഓണത്തിന്റെ ഒരുക്കത്തെ പറ്റിയൊക്കെ പറയാനുള്ളത്? മലയാളി എവിടെ ചെന്നാലും അവരൊരു സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പൊ ഇവിടെ മലയാളി സമൂഹത്തൊക്കെ സമാജമൊക്കെ ഉണ്ടാക്കി വളരെ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ഞാനിവിടെ വന്ന് നിങ്ങളോടൊപ്പം കുറച്ച് നേരം ഈ ഓണപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതിന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാ ഇതിന്റെ സംഘാടകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി കൂടി എൻ്റെ ഓണാശംസകളും നേർന്നുകൊള്ളുന്നു. ഓണം സാധാരണ വീട്ടിൽ ആഘോഷിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് പുറത്ത് ഒരു സ്ഥലത്ത് ആഘോഷിക്കുന്നതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. വീടുകളിലാവുമ്പം നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ്. ഇവിടെ ആകുമ്പം കണ്ടുമുട്ടാത്തവരും കണ്ടുമുട്ടിയവരും എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദത്തോടു കൂടി ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകതയാണ് നിലനിൽക്കുന്നത്. നാടിൻ്റെ പുറത്ത് ഏത് രാജ്യത്ത് ഓണം ആഘോഷിച്ചാലും അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാകും. അത് ഇവിടെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു വന്നതുകൊണ്ട് തന്നെ പുറത്ത് വടംവലിയും മറ്റാഘോഷങ്ങളും എല്ലാം ഹൃദ്യമായിരുന്നു. ഞങ്ങൾ ഇവിടെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഷിൻഡെ വിൻസെൻറ്റിൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ഭാര്യ. അവരൊന്നിച്ച് ബാങ്കിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലണ്ടനിൽ മകൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വന്നതാണ്. അപ്പോൾ ഷിൻഡേക്ക് നിർബന്ധം ഈ GMAയുടെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കണമെന്നും അതെല്ലാം കാണണമെന്നും അതെല്ലാം നല്ല ഹൃദ്യമായി ആസ്വദിക്കണമെന്നും ഷിൻഡയുടെ ആഗ്രഹപ്രകാരമാണ്. ഷിൻഡയുടെ അമ്മയുടെയും ആഗ്രഹപ്രകാരമാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് ഷിൻഡയ്ക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഭാരവാഹികൾ ഞങ്ങളിവിടെ വരുമ്പോൾ ആദ്യമായിട്ട് തന്നെ പറഞ്ഞു ഇവിടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കണം, തിരി തെളിക്കണം, അവരുടെ പേരൊക്കെ ഞങ്ങളുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പേരിലും എല്ലാവർക്കും ഒരു ഹൃദ്യമായ ഓണം ഉണ്ടാകട്ടെ. ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാനും എന്നും അടുത്ത വർഷം വരെയും ഇത് മനസ്സിൽ നിലനിൽക്കുവാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. ആക്ച്വലി പുള്ളി ഇവിടെ കേട്ടോ, ഇവിടെ നിർത്താം.